എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഗർഭാലവും പ്രസവവും ഒക്കെ സ്ത്രീകൾക്ക് ഒരു പുതുമയൊന്നുമല്ല. എന്നാൽ വേദപുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ വളരെ കാര്യമായിട്ട് ഒരു സ്ത്രീയും സ്ത്രീയുടെ പ്രസവ വേദനയെ കുറിച്ചുമൊക്കെ വളരെ നല്ല രീതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്നും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. കഴിഞ്ഞ 11 അധ്യായങ്ങളും പല വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട്. തുടർച്ചയായിട്ട് നിങ്ങളത് കാണുക, സപ്പോർട്ട് തരിക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ സഹകരിക്കുക. അപ്പൊ ഗർഭം എന്നുള്ളത്, പ്രത്യേകിച്ച് ഞാൻ സംസാരിക്കുന്നത് ഒരു സ്ത്രീയാണ്, കേൾക്കുന്ന നിങ്ങളിലും അനേക സ്ത്രീകൾ ഉണ്ടാകും. അപ്പോൾ ഗർഭവും പ്രസവവും എന്നൊക്കെ ഉള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിക്കഴിഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ. എനിക്ക് 2 മക്കളാണ്, 2ഉം സിസേറിയൻ ആയിരുന്നു. അപ്പൊ പ്രസവം ആയിട്ടല്ല, സിസേറിയൻ ആയിട്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയും നടക്കുന്നുണ്ട്. എന്നാൽ ഒരു ഈറ്റുനോവിന്റെ ആരംഭവും വേദനയോടുകൂടിയുള്ള ഒരു പ്രസവവും എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് അതിന്റെ കാഠിന്യത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഈ 12-ാം അധ്യായത്തിൽ കാണാൻ പോകുന്നതും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. 12:1 സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. 2ാമത്തെ വാക്യം കൂടി ചേർത്ത് വായിക്കുകയാണ്. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു. ഇതിൽ ഈ ഒരു 2 വാക്യം മാത്രം എടുത്താണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. അവിടെ ഈ ഒരു സ്ത്രീ ഇങ്ങനെ സൂര്യനെ അണിഞ്ഞ് ചന്ദ്രനെ കാൽ കീഴാക്കി 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടവും അണിഞ്ഞുകൊണ്ട് അവൾ നിൽക്കുകയാണ്. അവൾ ഗർഭിണിയായി വേദനപ്പെട്ടു നിലവിളിച്ചു. അപ്പൊ നമുക്കറിയാം, ഗർഭത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഇത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും മാറി. നമ്മൾ ഇന്ന് സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീകൾ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ അത് എന്തുമാത്രം അതിനെ കരുതി കൊണ്ട് നടന്ന് അതിന് വേണ്ടുന്ന പോഷകങ്ങൾ കൊടുത്ത് അതിനെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിച്ച് 9 മാസം 9 ദിവസം ആ ഒരു സമയത്തിലേക്ക് എത്തിച്ച് അതിനെ ആ ഈറ്റുനോവെടുത്ത് പ്രസവ വേദന വന്ന് പുറത്തേക്കെടുക്കുമ്പോൾ ആ സ്ത്രീ അനുഭവിക്കുന്നൊരു വേദന, അതിന് പ്രതിഫലം ഈ ലോകത്തിൽ വെക്കാൻ മറ്റൊന്നുമില്ല. എന്തു കൊടുത്തിരുന്നാലും ആ വേദന സഹിക്കുന്നതിന്റെ പ്രതിഫലം കൊടുക്കാൻ ഒന്നുമില്ല. അപ്പോ ഈ ലോകത്തിലെ സ്ത്രീകൾ അങ്ങനെ എന്നതുപോലെ ഇവിടെ ഈ സ്ത്രീയും അവൾ ഗർഭിണിയായി വേദനപ്പെട്ട് നിലവിളിച്ചു. ഗർഭം ദൈവത്തിന്റെ പദ്ധതി നടപ്പാക്കാനായിരിക്കുന്ന അവസ്ഥ. അവിടെ ഒരു നിറവയറാണ്, എന്തോ തുളുമ്പി നിൽക്കുകയാണ്. ആ തുളുമ്പി നിൽക്കുന്ന അവസ്ഥ. അപ്പോ ദൈവത്തിന്റെ പദ്ധതി നമുക്കറിയാം. ഈ ലോകത്തിലുള്ള ഒരു സ്ത്രീ, ഒരു മാതാവ് തന്റെ ഡെലിവറിയിലേക്ക് ഒരുങ്ങുമ്പോൾ ഒരു പദ്ധതി അവിടെ നിറവേറുകയാണ്. ഒരു പുതുജന്മം അവിടെ കൊടുക്കുകയാണ്. പുതിയ സൃഷ്ടി ഉരുവാകുകയാണ്. എന്നതുപോലെ ഇവിടുത്തെ ഗർഭം എന്ന് പറയുന്നത്, ഈ സ്ത്രീയുടെ ഗർഭം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതി നടപ്പാക്കുന്ന ഒരു അവസ്ഥയാണത്. അവിടെ വേദന വലിയ ആത്മീയ പോരാട്ടവും പരീക്ഷയുമാണ്. 2ാമത്തെ വാക്യത്തിൽ അവൾ ഗർഭിണിയായി വേദനപ്പെട്ടു. ദൈവത്തിന്റെ പ്രവർത്തനം എളുപ്പത്തിൽ ജനിക്കില്ല. കാരണം അത് കുറെ വേദനകൾ, കുറെ നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് സഹിക്കാനും ക്ഷമിക്കാനും നിൽപ്പാനും ഒക്കെ നമുക്ക് സാധിക്കണം. അപ്പൊ ദൈവത്തിന്റെ ആ ഒരു പദ്ധതി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതേതായ സമയത്ത് നമ്മൾക്ക് വളരെയേറെ വേദനകൾ നമ്മളിലും ഉണ്ടാകും, ജനങ്ങളിലും ഉണ്ടാകും. വലിയ കാര്യങ്ങൾക്ക് മുമ്പ് വലിയ വേദന നമ്മൾ സഹിക്കേണ്ടി വരും, മനുഷ്യർ സഹിക്കേണ്ടി വരും. അവൾ നിലവിളിച്ചു. അതൊരു തോൽവിയുടെ നിലവിളിയല്ല, ഒരു പ്രതീക്ഷയുടെ നിലവിളിയാണ്. രക്ഷ ജനിക്കാനിരിക്കുന്ന ഒരു വേദന.
ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള വേദനകൾ ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് അസാധ്യമായ കാര്യങ്ങളെ ഇന്ന് സാധ്യമാക്കി തരാൻ വേണ്ടിയിട്ട് അതിന് മുന്നോടിയായി നൽകിയിരിക്കുന്ന ചില വേദനകളാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ദൈവത്തിന്റെ ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ജനിക്കാനിരിക്കുകയാണ്. പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണ്. വേദന ഒരു തോൽവിയല്ല, വേദന ഒരു ജനനമാണ് നൽകുന്നത്. മാതാവ് കരഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ആ ഒരു വേദനയിലും ആ സ്ത്രീ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ പുഞ്ചിരിക്കാണ്, അവളിലേക്ക് ചിരി വരികയാണ്. അവളുടെ വേദന, കുഞ്ഞിന്റെ മുഖം കണ്ടു കഴിയുമ്പോൾ വേദന മാറുന്നു. ഇവിടെയും അതുപോലെ തന്നെയാണ്. സ്ത്രീ നോവു കിട്ടുന്നു, അവൾ നിലവിളിക്കുന്നു. പക്ഷേ അവിടെ ഒരു ജനനം നടക്കാൻ പോവുകയാണ്. ആ ഒരു ജനനം നടക്കുമ്പോൾ അവിടെ ക്രിസ്തുവിന്റെ മുഖം കാണുമ്പോൾ അവിടെ എല്ലാ പ്രതീക്ഷയും, അവിടെ ആ നിലവിളിയും മറ്റു കാര്യങ്ങളും എല്ലാം മാറിയിട്ട് അവിടെ ഒരു നല്ലൊരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളിവിടെ ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ എന്ന് പറയുന്നത് അവൾ ദൈവത്തിന്റെ വാഗ്ദത്തം വഹിച്ച ജനതകളുടെ സമഗ്ര പ്രതീകമായിട്ടുള്ള ഒരു സ്ത്രീയാണ്. വെളിപ്പാട് പുസ്തകം ക്രോണോളജിക്കൽ ബുക്കല്ല, അതുകൊണ്ട് തന്നെ സംഭവങ്ങളെല്ലാം ടൈം ലൈൻ ക്രമത്തിലല്ല വരുന്നത്. ഒരേ സംഭവത്തെ വ്യത്യസ്ത ദൃശ്യങ്ങളിലൂടെ ദൈവം കാണിക്കുകയാണ്.